അല്ല, ഞങ്ങളിപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം അവരുമായി സംസാരിച്ചു. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങൾ അതാദ്യം ഞങ്ങളൊന്ന് അതിൻ്റെ ഒരു ഹോംവർക്ക് നടത്തിയിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിൽ പോകാൻ കഴിയുക. അപ്പോൾ ആ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ അതിൽ സമരസമിതി ഉന്നയിച്ചതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ധാരണയാക്കാൻ സാധിച്ചു. പ്രധാനമായും 4-5 പ്രശ്നങ്ങളാണ് സമരസമിതി ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അത് പ്രകാരം സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറാകുകയും നിരാഹാരം ഈ വിഷയത്തിൽ അനുഷ്ഠിച്ചിരുന്ന വളർമതി അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ചേംബറിൽ വെച്ച് തന്നെ നമ്മൾ നൽകിയ വെള്ളം കുടിച്ച് നിരാഹാരം അവസാനിപ്പിച്ചു. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സമരം തൽക്കാലം അവസാനിപ്പിച്ചു, നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിലുണ്ടായ ധാരണകളൊന്ന്, ഈ PSC നോട്ടിഫിക്കേഷൻ പോസ്റ്റിംഗ് ഒന്നും നടന്നില്ലെങ്കിലും 3 കൊല്ലം കൂടുമ്പോൾ പുതിയ പുതിയ പരീക്ഷയും നോട്ടിഫിക്കേഷനും വരികയാണ്. അപ്പോൾ അതിൽ സത്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അത് PSCയുമായി സംസാരിച്ച് പോസ്റ്റിംഗ് നടക്കാത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ നിരന്തരമായി നോട്ടിഫിക്കേഷൻ വരുന്നൊരു പ്രക്രിയക്ക് ഒരു പരിഹാരമുണ്ടാവണം. പലപ്പോഴും ഒരാളെപ്പോലും പോസ്റ്റ് ചെയ്യാതെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു എന്ന് പറയാറുണ്ട്. എന്താ കാരണം? വേക്കൻസിക്ക് അനുസൃതമായിട്ട് വേണം നോട്ടിഫിക്കേഷനും പോസ്റ്റിങ്ങും ഉണ്ടാവാൻ, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാൻ. റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം, ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ആവശ്യപ്പെട്ടത് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് ഇനി 1.5 വർഷത്തിലധികം സമയമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുറക്ക് അത് നീട്ടാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് HTV പോസ്റ്റ്, അതായത് ഹെഡ് മാസ്റ്റർമാർ 150-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളിൽ ക്ലാസ് എടുക്കേണ്ടതില്ല, അവർക്കൊരു പകരം ഒരാളെ വെക്കാം. അതിപ്പോൾ സാധാരണ ഡെയിലി വേജസിനാണ് വെക്കുന്നത്. അത് നേരിട്ടുള്ള പോസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ചോദ്യം. അത് പരിശോധിക്കാനാണ് ഞങ്ങളൊരു സാവകാശം ചോദിച്ചത്. അങ്ങനെ പോസ്റ്റിംഗ് വരുമ്പോൾ അതിലെത്ര അധികമായ ആളുകളെ പോസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന് സാമ്പത്തിക ബാധ്യത എത്ര വരും എന്നുള്ള കാര്യം. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കണം, 1:25 ആക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. അതും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കണം. അതിനുമാണ് നമ്മൾ സാവകാശം ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തത്, PSC റാങ്ക് മുഖാന്തരം, റാങ്ക് ലിസ്റ്റ് മുഖാന്തരം നിയമനം നേടിയ ഒരാളും ഡിവിഷൻ ഫാളിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല. അതിപ്പോൾ ഇന്ന് ഈ ആലപ്പുഴ സംഭവം ഉണ്ടല്ലോ, 33 ആളെ പുറത്താക്കിക്കൊണ്ടൊരു സംഭവം, ഒരു തീരുമാനം അവിടുത്തെ DD എടുത്തല്ലോ, അത് ശരിയല്ല. അത് ഡിവിഷൻ ഫാള് വന്നാൽ ഗവൺമെൻറ് സെക്ടറിൽ PSC മുഖാന്തരം നിയമിക്കപ്പെട്ടതാണ്, അവർക്ക് നിർബന്ധമായും പ്രൊട്ടക്ഷൻ സർക്കാർ തന്നെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഇനി ഉണ്ടാവില്ല എന്നും ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് നിന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. ഈ സംഗതികളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ ഞാൻ കൂടുതലായി പരിശോധിക്കണമെന്ന് പറഞ്ഞ HTV 1:25 ഈ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ, സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ, അതിൻ്റെ പരിഹാരം എന്ത് എന്ന് പറയാൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് 2 മാസത്തെ സാവകാശമാണ്. അപ്പോൾ സമരസമിതി പറഞ്ഞു ഇത് 2 മാസത്തെ സാവകാശം എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ 15 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു.
ആയിക്കോട്ടെ, 45 ദിവസത്തെ സാവകാശം ഈ കാര്യങ്ങളിൽ വ്യക്തമായി എന്ത് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയും എന്നത് പറയാൻ 1.5 മാസത്തെ സാവകാശം ഗവൺമെൻറ്റിന് ചോദിച്ചത് സമരസമിതി സമ്മതിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടന്ന LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നിരാഹാര സമരം അവരവസാനിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല നിലയിലുള്ള പരസ്പരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു ചർച്ചയാണ് നടന്നത്. ആ ചർച്ച വിജയകരമായി പര്യവസാനിച്ചിട്ടുണ്ട്. അല്ല, അവർ പറഞ്ഞല്ലോ നിരാഹാരം അവസാനിപ്പിച്ചെന്ന് അവരും നിങ്ങളോട് പറഞ്ഞില്ലേ? അതെ, പക്ഷേ അപ്പോൾ സമരപന്തലിൽ ഉണ്ടാകും, സാന്നിധ്യം ഉണ്ടാകും, പ്രത്യക്ഷ സമരം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് അവരാണ് പറയേണ്ടത്. ഞങ്ങളോട് സമരം നിരാഹാരം അവസാനിപ്പിച്ചു, ഞങ്ങൾക്ക് ഈ 1.5 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇനി ചർച്ചയുണ്ടാവും. അല്ലാതെ നമ്മുടെ നിലവിലുള്ള സെക്രട്ടറി, DG, അവരുടെ കീഴിലുള്ള അഡീഷണൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറീസ്, പിന്നെ ഡയറക്ടർമാർ, അവരൊക്കെ ചേർന്നൊരു സമിതിയാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തത്. അത് അവരെ തന്നെ നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.